വെൽക്കം ബാക്ക് ടു ഈസ്റ്റേൺ ആനീസ് കിച്ചൺ. കട്ട്ലേറ്റ് റെഡിയായി. സാലഡിനുള്ള ഇൻഗ്രീഡിയൻസും സൂപ്പിനുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സവാള. അത് ശരിക്കും സവാള നമ്മൾ അരിയുമ്പം എത്ര തിന്നാക്കി അരിയാമോ അത്രയും തിന്നാക്കി തന്നെ അരിയണം. ഒരു 1.5 കപ്പ് സവാള അരിയണം. 1.5 കപ്പ് സവാള ആണെന്നുവെങ്കിൽ ഒരു 1.5 സ്പൂൺ ബട്ടർ. പിന്നെയും മൈദ ഉണ്ട് കുറച്ച്, അതും ഒരു 1.5 സ്പൂൺ മൈദ. ഇതെന്നത്തിനാണെന്നറിയോ, അതൊന്ന് സൂപ്പ് ലൂസായിട്ടല്ലല്ലോ, ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി അല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി മൈദ വേണം. പിന്നെ ഇതിനെ ചേർക്കാൻ ഇച്ചിരി കുരുമുളക് പൊടി വേണം, പിന്നെ ഉപ്പ്. ഇതെല്ലാം പോയിട്ട് ക്രീം ഓഫ് ഓണിയൻ സൂപ്പ് ഉണ്ടാക്കുന്നത് 50-50 റേഷ്യോയിലാണ്. ഒന്ന് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പശുവും പാല് തന്നെ വേണം. പശുവും പാലും ഈ പറഞ്ഞ പോലെ 1.5 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളവും വേണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പിൻ്റെ അളവുകൾ, ഇൻഗ്രീഡിയൻസ്. ഇനി അത് ഉണ്ടാക്കുന്ന അളവ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പാൻ നല്ലതായിട്ട് ചൂടായി. ഇതിനകത്തോട്ടൊരു 1.5 സ്പൂൺ ബട്ടർ മൂത്തുപോലെ ബട്ടർ അലിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതൊന്ന് മൂക്കുന്ന സമയം നമ്മൾ കട്ട്ലേറ്റിൻ്റെ സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ. സവാള കുറച്ച് വേണം, പിന്നെ വേണ്ടത് സലാഡ് കുക്കുംബർ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ടൊമാറ്റോ, എരിവിന് കുറച്ച് പച്ചമുളക്, പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരി, വേണ്ടിയത്ര ഉപ്പ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ. ഈ ഉള്ളി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ സാലഡിന് എടുക്കുന്ന ഉള്ളിയാണ് അരിഞ്ഞേച്ച് വെള്ളത്തിലിട്ട് നല്ല പിഴിഞ്ഞ് അതിൻ്റെ ആ കമർപ്പങ്ങ് കളയണം, എന്നാലേ സാലഡിന് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉള്ളി അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയായത്, അത് കുറച്ചിടണം. ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് എന്നാ പറയുന്നത് ഞെരടി അങ്ങ് എടുത്തേച്ചാൽ മതി. അത്രേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ സാലഡ്. ഈ സമയം എൻ്റെ ഉള്ളിയും നല്ലതായിട്ട് മൂത്തു. ഇതിനകത്തോട്ട് മൈദ ഇതേപോലെ 1.5 സ്പൂൺ മൈദ. തീ നല്ലതായിട്ട് കുറയ്ക്കണം. ഈ മൈദ ശരിക്കും ഒന്ന് മൂക്കണം, അതാ അതിൻ്റെ ഒരു പരുവം. ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാല്, പാലും അതേ അളവിൽ വെള്ളം. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. നല്ലതായിട്ട് തിളച്ച് അവർ കുറുകുന്നതാ ഈ സൂപ്പിൻ്റെ ഒരു പരുവം. പിന്നെ ഉപ്പും കുരുമുളകും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്നെപ്പോലെ സ്ഥിരം സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കഴിക്കുന്നവർക്ക് ഒരു ചെറിയ വ്യത്യാസം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഹലോ, എത്തിയോ സാർ? ഒരു മിനിറ്റ്, ഇതാ വരുന്നത് സാർ. നമ്മുടെ സൂപ്പ് ഇപ്പോൾ ഏകദേശമായി, തിളച്ചും കഴിഞ്ഞു. നമ്മുടെ ഗസ്റ്റ് എത്തി. ഞാൻ പോയി എന്തായാലും വിളിച്ചിട്ട് വരാം കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞ് അടുക്കള, അതായത് ആനീസ് കിച്ചൺ. പക്ഷെ പ്രിയയോട് പറയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ നല്ലതായിട്ട് പറയണം അല്ലേ. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയോ പ്രിയ ആരാന്ന്? ശരിക്കും ഒരു ട്രിവാൻഡ്രം സിറ്റിയിലെ ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയാം അല്ലേ പ്രിയ. അതിലൊക്കെ ഉപരി ശരിക്കും പ്രിയയെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ശരിക്കും കേട്ടോ, നമ്മൾ കുറേയൊക്കെ സ്ത്രീകൾ, ഞാൻ ഉൾപ്പെടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ തന്നെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്താണെന്നറിയോ? ജയിഞ്ചേട്ടൻ്റെ അമ്മ തുടങ്ങിയ കേറ്ററിംഗ് ഇല്ലേ, മരുമോളായിട്ട് അത് നിർത്താതെ ഇപ്പോഴും
കൊണ്ട് നടക്കുകയാണ്. അത് ആ അമ്മയുടെ ഒരു എന്നാ പറയുന്നത്, ശരിക്കും ഷുഡ് അപ്രിഷിയേറ്റ് കേട്ടോ പ്രിയ. പ്രിയൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ പലവട്ടം പ്രിയനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് കാണുമ്പോൾ എന്നെ പോലത്തെ ചെറിയ ചെറിയ സ്ത്രീകൾക്കൊക്കെ ഇച്ചിരി കുശുമ്പ് വരുന്നുള്ളൂ കേട്ടോ, അതില്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്തായാലും എൻ്റെ അടുക്കള ഇഷ്ടപ്പെട്ടോ. പ്രിയയുടെ ഇത്ര വലിയ ലോകത്തിലെ ഒരു കുഞ്ഞ് അടുക്കളയാ എൻ്റെ. ഇതിനകത്ത് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രിയ പറഞ്ഞു തരണം ഇല്ലേ? നല്ല അടുക്കളയാണ്. ജയിഞ്ചേട്ടന് ഇഷ്ടമായോ? ഇഷ്ടമായോ? എന്തായാലും നമ്മുടെ ജയിഞ്ചേട്ടനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. തടിയാ, അത് ശരിക്കും എനിക്കൊന്ന് ഭക്ഷണത്തിനോട് ഒരുപാട് പ്രിയമുണ്ട്. വെരി ഗുഡ്. സർവൈവൽ അല്ല, ആണു. സമ്മതിച്ചു, പ്രിയ സമ്മതിച്ചില്ലേ? ശരിയാ. നമ്മൾ ചുമ്മാ എന്നാന്നും പറഞ്ഞ അങ്ങ് ചെയ്താൽ ഒക്കുകയല്ല. ഫുൾ ഡെഡിക്കേഷൻ എന്നാ ഓരോ ഇൻഗ്രീഡിയൻസും ഇല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് സ്വാദും വരികയില്ല, ഒന്നും വരികയില്ല, ചവറ് പോലെ ആയിപ്പോവും. ശരിയാ പറഞ്ഞേ. പക്ഷെ ജയിഞ്ചേട്ടനെ പറ്റി കുറച്ചുകൂടെ പറയുവാണെങ്കിൽ മെലഡികളുടെ രാജകുമാരൻ എന്ന് തന്നെ പറയും. ശരിക്കും മുഖത്തോട് നോക്കിയേ ഇല്ലേ ഒരു രാജകുമാരൻ, പക്ഷെ വിശേഷിപ്പിക്കുമ്പോൾ മെലഡികളുടെ രാജകുമാരൻ ആണ്. ഞങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്ന അങ്ങനെയാ. ജയിഞ്ചേട്ടൻ വരും, നമുക്ക് ഇരിക്കാം. എന്നാ കോയിൻസിഡൻസ് അപ്രിയ, ഞാനും പച്ച ഇയാളും പച്ച. കണ്ടോ ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാ അല്ലേ ജയിഞ്ഞിട്ടാ? ശരിക്കും പറഞ്ഞു വെച്ചൊന്നും ഞങ്ങൾ ഇട്ടതൊന്നും അല്ല. കോയിൻസിഡൻസ് വേവ് ലെങ്ത് ഇങ്ങനെ ആട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് നല്ലതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ പ്രിയ? ശരിയാ. ജയിഞ്ഞിട്ടാ ഒരു കാര്യം ചെയ്യട്ടെ, ഈ കുഞ്ഞുനാളില് ഇപ്പൊ ഭക്ഷണപ്രിയനാണെന്ന് ഒക്കെ പറഞ്ഞേ, ഈ കുഞ്ഞുനാളൊന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാന്നുള്ളത്? കുഞ്ഞുനാള് എൻ്റെ അമ്മയുടെ ഭക്ഷണം കഴിച്ച് തടി വെച്ച ഒരാളാണ്. ശരിക്കും അത് എനിക്ക് സത്യം ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഒരമ്മയുടെ നിന്ന് ഒരു ഉരുള ചോറ് കിട്ടുക എന്ന് പറയുന്നത് സംതിങ് പ്രഷ്യസ്. സത്യം. അമ്മയുടെ ഇങ്ങനെ പെറ്റായിരുന്നോ? ചേട്ടനും ഞാനൊക്കെ അമ്മയുടെ എക്സ്പെരിമെൻ്റൽ സ്പെസിമെൻ ആയിരുന്നു. ഈ കാരണം പല രീതിയിലുള്ള റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്യുന്ന അമ്മ ചെയ്യുന്നല്ലേ? ഓ അത് ശരി. അമ്മ ശരിക്കും കേറ്ററിംഗ് തുടങ്ങിയതേ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളെയൊക്കെ പരീക്ഷിച്ചാണോ എന്നൊരു സംശയമുണ്ട്. എൻ്റെ മക്കൾക്ക് പലതരം കൊടുത്ത് ഇനി ഒരു കേറ്ററിംഗ് തുടങ്ങിയേക്കാം എന്ന് തോന്നിയിട്ടുള്ള തടിയുടെ രഹസ്യമാണോ ഇത്? അമ്മ ആ കാലത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. കാരണം ആ സമയത്തൊന്നും അങ്ങനെ സ്വന്തമായിട്ടൊരു വുമൺ എൻ്റർപ്രണർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്ന ഒരാളാണ്. അമ്മ എന്താ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ വരണം എന്ന്? അമ്മ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അമ്മ നേരത്തെ മലേഷ്യയിൽ അമ്മ ഹോം സയൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് അമ്മയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ത്രീ തുടങ്ങുന്ന ഒരു ബേക്കറി ഇതിനകത്തുണ്ടല്ലോ. ആനീസ് കിച്ചണിൽ ശരിക്കും പ്രിയ ഇതിനൊരു പ്രോവേർബ് ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാന്നറിയോ? അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ അരങ്ങത്ത് വരണം എന്ന് പറയത്തില്ലേ? പ്രോവേർബ് കേട്ടിട്ടില്ലേ? അതേപോലെ ഇപ്പൊ അമ്മ അടുക്കള തന്നെ അരങ്ങാക്കി എടുത്തേക്കുക. കണ്ടോ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ എന്നാ വില അമ്മ തന്നേക്കുന്നതെന്ന് നോക്കിയേ അല്ലേ? അല്ല, അടുക്കള എന്ന് പറയുന്നത് തന്നെ പഴയ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അടുക്കുള്ള അളം എന്നാണ്. അടുക്ക് വളരെ ചിട്ടയായിട്ടുള്ള ഒരാള സ്ഥലം എന്നാണ്. അത് ഞാൻ ഇപ്പോഴും അറിഞ്ഞു കേട്ടോ. എന്റെ അടുക്കള വലിയ കുഴപ്പമില്ല, അതാ ചിട്ട അടുക്കോടുകൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും, അതുണ്ടാവും അല്ലേ പ്രിയ? അതാ അതുകൊണ്ട് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കുകയും അത് കഴിക്കുന്നയാൾ വളരെ ഇഷ്ടത്തോടുകൂടി അത് കഴിക്കുകയും അങ്ങനെ സ്നേഹം അയാളിലേക്ക് ഭക്ഷണത്തിലൂടെ അയാളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റുകയും ചെയ്യുന്ന അങ്ങനെയാണോ വീട്ടിൽ? അങ്ങനെ പറഞ്ഞ കഴിഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചു. കാര്യം എന്നാന്നറിയോ? അമ്മ എപ്പോഴും പറയും ഫോർ ദ ബിഗിനേഴ്സ്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അമ്മ എപ്പോഴും പറയും ആണുങ്ങൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പം അവരുടെ വയറിൽ കൂടിയാണ് നമുക്ക് ആ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുക എന്ന് പറയും അല്ലേ? ശരിക്കും പഴമ അമ്മമാരൊക്കെ പറയും നല്ല സ്വാദുള്ള ഭക്ഷണം കൊടുത്തു നോക്കൂ, അവർ വേറെ ഹോട്ടലിലേക്കൊന്നും പോകില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അത് സ്വാദോടെ കഴിക്കും. ഞാൻ വീട്ടിൽ അങ്ങനെ കേട്ടോ, നല്ലതായിട്ട് ആഹാരം എന്നാൽ കഴിയുന്ന പോലെ അങ്ങ് പറയുന്നില്ല, എന്നാൽ ഇച്ചിരി ആണെങ്കിലും ഉള്ളത് ഫുൾ ഡെഡിക്കേഷനോട് കൂടി തന്നെ പിള്ളേർക്കും ഏട്ടനും ഒക്കെ ഏട്ടൻ്റെ അമ്മയ്ക്കും എല്ലാം വിളമ്പി കൊടുക്കുന്ന ഒരു സ്വഭാവം, സ്നേഹത്തോടെ, അതുകൂടെ എടുത്തു പറയട്ടെ, സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുന്ന ഒരു പ്രകൃതം തന്നെയാണ് അവിടെ. ജയിഞ്ഞിട്ട് പഠിച്ച കുഞ്ഞുനാളിൽ 10th കഴിഞ്ഞ് 12th കഴിഞ്ഞിട്ട് എടുത്ത സിലബസ് ഏതാ? എഞ്ചിനീയറിംഗ്. ഓക്കെ. വീട്ടിലെല്ലാവരും എഞ്ചിനീയേഴ്സാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ മകൻ, എൻ്റെ അച്ഛൻ, അച്ഛൻ്റെ മൂത്ത മകനായ എൻ്റെ ചേട്ടൻ, പിന്നെ ഞാൻ, എല്ലാവരും എഞ്ചിനീയേഴ്സാണ്.
അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ്. അതിൻ്റെ ഒരു കൃത്യത മ്യൂസിക്കിൽ കാണുന്നുണ്ട്. അതിന് ശരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരോട് അങ്ങനെ പറയാനും ഒക്കൂല അല്ലേ? ജയിൻ്റെ ഫുൾ എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു എല്ലാവരും, പിന്നെ ജയിൻ്റെ മാത്രമാണോ മ്യൂസിക്കിലേക്ക് മാറിയത്? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും മ്യൂസിക്കിലുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇല്ല, സിനിമയിലുള്ളതായിട്ടോ? ചേട്ടന്മാരെല്ലാം എഞ്ചിനീയറിംഗ്. ഒരു ചേട്ടനേ ഉള്ളൂ. ഓക്കെ. അല്ല അപ്പം അമ്മയോ? അമ്മ പാടുമോ? അമ്മയും പാടും, അച്ഛനും പാടും. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് അല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും പഠിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ പല നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും പല മീറ്റ്സ് ഉണ്ടാവും, ചെറിയ അവിടെയൊക്കെ പാട്ട്, പല പാട്ടുകളും. ഹീറോ ഹീറോയിൻ അല്ലേ? നല്ലതായിട്ട്. ശരിക്കും അമ്മയും അച്ഛനും ഒക്കെ എങ്ങനെ ഈ കർണാട്ടിക് അങ്ങനെ അങ്ങനെ സിനിമ ഈ പാട്ട് എനിക്ക് ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു, ഈ പാട്ട് എപ്പോഴും അവരൊന്നിച്ച് പാടുന്നത് എൻ്റെ കാതിലുണ്ട്.